സഹകാരി റേസ് പ്ലസിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. മക്കളെ, 2 പാർട്ട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ പാർട്ട്, അതായത് അവസാനത്തെ പാർട്ട് വീഡിയോ ആണ്. സോ ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളെ നേരെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോദ്യം ശ്രദ്ധിക്കാം. ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയുമായാൽ തുക എത്ര? ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ തുക എത്ര? അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് എഴുതാം. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് എന്തായിട്ട് മാറി? 3 വർഷം കൊണ്ട് ഇത് 2600 രൂപയായിട്ട് മാറി, അല്ലെ? ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 2600 രൂപയായിട്ട് മാറി. ഓക്കെ, ഇനി 4 വർഷം കൊണ്ട് അത് എത്രയായിട്ട് മാറി? 4 വർഷം കൊണ്ട് അത് 2800 രൂപയായിട്ട് മാറി. എങ്കിൽ തുക എത്ര? പ്രിൻസിപ്പൽ എമൗണ്ട് തുക എത്ര എന്നാണ് ചോദ്യം. അപ്പൊ 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയുമായാൽ തുക എത്ര? മക്കളെ, ഈ 2600 രൂപ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? 3 വർഷം കൊണ്ട് ഒരു തുക 2600 രൂപയായെന്ന് പറഞ്ഞാൽ തുക പ്ലസ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 2600, ആണല്ലോ. അപ്പൊ 2800 എന്ന് പറഞ്ഞാൽ എന്താ? തുക പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ 1 വർഷത്തെ ഗ്യാപ്പ് അല്ലേ മക്കളെ? 1 വർഷത്തെ ഗ്യാപ്പാ. ഈ 1 വർഷം കൊണ്ട് കൂടിയത് 200 രൂപയല്ലേ? 1 വർഷം കൊണ്ട് കൂടിയത് 200 രൂപയാണെങ്കിൽ 1 വർഷത്തെ പലിശ 200 രൂപയാണെന്ന് മനസ്സിലായില്ലേ? 1 വർഷം കൊണ്ടുണ്ടായ വർധനവ് 200 രൂപയുടെ വർധനവാണ്. 200 രൂപയുടെ വർധനവാണ് ഒരു ദിവസം കൊണ്ടുണ്ടായത്, 1 വർഷം കൊണ്ടുണ്ടായത് എങ്കിൽ 1 വർഷത്തെ പലിശ 200. സാധാരണ പലിശ ആയതുകൊണ്ട് എല്ലാ വർഷവും കിട്ടുന്ന പലിശ സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ 1 വർഷത്തെ പലിശ 200 രൂപയ്ക്ക് തുല്യം. അങ്ങനെയെങ്കിൽ പി പ്ലസ് 3SI 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടുന്നതല്ലേ 2600? 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 200 അല്ലേ? അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 200 ആണെങ്കിൽ 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 600 അല്ലേ? പി പ്ലസ് 600 എന്ന് പറയുന്നതല്ലേ 2600? അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാമല്ലോ. 2600 മൈനസ് 600 എത്ര കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് 2000 എന്ന് കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 2000 ആണ്. ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതണ്ട, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പരമാവധി എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു എന്ന് മാത്രം. നിങ്ങൾ ആക്ച്വലി ഇത്ര എഴുതൊന്നും വേണ്ട. ഓക്കെ, ചെയ്തത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയട്ടെ. 3 വർഷം കൊണ്ട് ഒരു തുക 2600 രൂപയായി മാറി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 2600. 4 വർഷം കൊണ്ട് അത് 2800 ആയി. അപ്പോൾ 1 വർഷം കൊണ്ട് കൂടിയത് 200 ആണ്. ആ 200 രൂപ 1 വർഷത്തെ പലിശയാണ്. സാധാരണ പലിശ ആയതുകൊണ്ട് എല്ലാ വർഷവും ഒരേ പലിശയല്ലേ? 1 വർഷത്തെ പലിശ 200 ആണെങ്കിൽ ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 വർഷത്തെ പലിശയല്ലേ 2600. 1 വർഷത്തെ പലിശ 200 ആണെങ്കിൽ 3 വർഷത്തെ പലിശ 600 അല്ലേ? അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 600 ആണ് 2600. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ടു 2600 മൈനസ് 600 2000 എന്ന് കിട്ടും. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 5 വർഷം കൊണ്ട് 1125 രൂപയും 8 വർഷം കൊണ്ട് 1200 രൂപയുമായാൽ തുക എത്ര? അല്ലെ? ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 5 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി? 5 വർഷം കൊണ്ട് അത് 1125 രൂപയായിട്ട് മാറി. അതോടൊപ്പം 8 വർഷം കൊണ്ട് ആ തുക എത്രയായിട്ട് മാറി? 1200 രൂപയായിട്ട് മാറി. എങ്കിൽ തുക എത്ര? തുക എത്ര എന്നാണ് ചോദ്യം. 5 വർഷം കൊണ്ട് 1125ഉം 8 വർഷം കൊണ്ട് 1200 ആയാൽ തുക എത്ര?
നമുക്കറിയാം മക്കളെ, 5 വർഷം കൊണ്ട് ഒരു തുക 1125 രൂപയായി മാറി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നതാണ് 1125. കാരണം 5 വർഷം കൊണ്ട് മുതലും പലിശയും കൂടെ 1125 ആയെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 1125. ഓക്കെ, എനിക്കറിയാം ഇവിടെ 3 വർഷം കൊണ്ട് എത്ര കൂടി, 3 വർഷം കൊണ്ട് എത്ര കൂടി, 3 വർഷം കൊണ്ട് കൂടിയത് 75 രൂപയാണ്. 3 വർഷം കൊണ്ട് കൂടിയത് 75 രൂപയാണ്. അപ്പൊ 3 വർഷത്തെ പലിശയാണ് 75. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ അത് 25 രൂപയാണ്. ആണോ? നമുക്കറിയാം 5 വർഷം കൊണ്ട് 1125ഉം 8 വർഷം കൊണ്ട് 1200 ആയെങ്കിൽ 3 വർഷം കൊണ്ടുണ്ടായ വർധനവ് 75 രൂപയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ 25 രൂപയാണ്. ഇത് സാധാരണ പലിശ നിരക്കായതുകൊണ്ട് എല്ലാ വർഷവും കിട്ടുന്ന പലിശ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു വർഷത്തെ പലിശ എനിക്ക് മനസ്സിലായി 25 രൂപയ്ക്ക് തുല്യമാണ്. ഇനി ഈ 1125 എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 5 വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര? 1125 ആണോ? അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 125 അല്ലേ? ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 25 ആണെങ്കിൽ 5 വർഷത്തെ 125 ഈക്വൽ ടു 1125 എന്ന് കിട്ടും. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ടു 1125 മൈനസ് 125 1000 എന്ന് കിട്ടും. 1000 അല്ലേ? സോ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് 1000 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 1000. ചെയ്തത് ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 4 വർഷം കൊണ്ട് 5275 രൂപയായും 7 വർഷം കൊണ്ട് അത് 5500 രൂപയായും വർദ്ധിക്കുന്നുവെങ്കിൽ നിക്ഷേപിച്ച തുക എത്ര എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നതെന്ന്. ശ്രദ്ധിച്ചോ മക്കളെ. 4 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി? 5275. ഓക്കെ. 7 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി? 5500 അല്ലേ? അപ്പൊ 4 വർഷം കൊണ്ട് 5275 ആയെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5275 എന്ന് പറയുന്നത്. ആണോ? ആണ്. ഇവിടെ എനിക്കറിയാം 3 വർഷം കൊണ്ടുണ്ടായ വർധനവ് എത്രയാ? 225 രൂപയുടെ വർധനവാ. അപ്പം ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 225 ഡിവൈഡഡ് ബൈ 3 ആണ് അല്ലേ? അതായത് 75 രൂപയാണ് ഒരു വർഷം കൊണ്ട് കിട്ടുന്ന പലിശ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, എല്ലാ വർഷവും ഒരേ പലിശയായിരിക്കും. ഒരു വർഷത്തെ പലിശ 75 രൂപയാണെങ്കിൽ ഈ 5275 എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5275 അല്ലേ? അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടണം. ഒരു വർഷത്തെ 75, അപ്പൊ 4 വർഷത്തെ 75 × 4 300 ആണോ? ഇതാണ് 5275 എന്ന് വരുന്നത്. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ ആ 300 അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 4975. ഇത് ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യരുത്. ആക്ച്വലി നമ്മൾ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് മനസ്സിലാവണം, എഴുതണം. അതിനുവേണ്ടിയാണ് ആക്ച്വലി ഇതൊക്കെ നമ്മൾ എടുത്തെഴുതുന്നത്. ഇങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് ആവശ്യമില്ല. 3 വർഷത്തെ ഗ്യാപ്പ്, അപ്പോൾ ഒരു വർഷത്തെ 75, അപ്പം 4 വർഷം കൊണ്ടുള്ള പലിശ 300, 4275 300 കുറയ്ക്കുന്നത് ആൻസർ. അങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം. ഇത് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പരമാവധി വൈഡാക്കി എഴുതുന്നതാണ് കേട്ടോ. അതൊന്ന് ഓർമ്മയിലിരിക്കണം. ശരി,
നമുക്കൊരു ചോദ്യം കൂടെ ഇതേ ടൈപ്പ് ചെയ്യാം. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 600 രൂപയും 6 വർഷം കൊണ്ട് 650 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? എന്താണ് ചോദ്യത്തിലെ വ്യത്യാസം മക്കളെ? ചോദ്യത്തിലെ വ്യത്യാസം പലിശ നിരക്ക് കാണാനാണ്, പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനല്ല, പലിശ നിരക്ക് കാണാൻ. നമുക്ക് ചോദ്യത്തിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതായത് ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി? 4 വർഷം കൊണ്ട് 600 രൂപയായിട്ട് മാറി, ആണോ? എന്നാൽ 6 വർഷം കൊണ്ട് എത്ര രൂപയായിട്ട് മാറി? അത് 650 രൂപയായിട്ട് മാറി, ആണോ? അപ്പൊ 4 വർഷം കൊണ്ട് 600ഉം 6 വർഷം കൊണ്ട് 650 മാറി. അപ്പൊ എനിക്കറിയാം ഈ 600 രൂപ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 600, ആണോ? ആണ്. ഇവിടെ 2 വർഷം കൊണ്ട് എത്ര കൂടി? 2 വർഷം കൊണ്ട് കൂടിയത് എത്രയാ? 50 രൂപയാ, അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 25 രൂപയാണ്. ഒരു വർഷത്തെ പലിശ 25 രൂപയാണ്. ഒരു വർഷത്തെ പലിശ 25 രൂപയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര? 600, ആണോ? സോ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 25 ആണെങ്കിൽ 4 വർഷം എന്ന് പറഞ്ഞാൽ 25 × 4 ഈക്വൽ ടു 100 ആണ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതാണ് 600. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ടു 600 - 100 500 എന്ന് കിട്ടും, അല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 500 ആണ്. ചോദ്യം പലിശ നിരക്ക് കാണാനാണ്. എനിക്ക് ഒരു വർഷത്തെ പലിശ 25 ആണെന്നറിയാം, പ്രിൻസിപ്പൽ എമൗണ്ട് 500 ആണെന്നറിയാം. അപ്പൊ പലിശ നിരക്ക് കാണാൻ ഒരു വർഷത്തെ പലിശയായി 25, പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 500ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 25/500 × 100 ഉത്തരം. ഓക്കെ, ഇതും കൂടെ വെട്ടിക്കളയാം. 20/100 ഈക്വൽ ടു 5 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ 5 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രിൻസിപ്പൽ എമൗണ്ട് വരെ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് മനസ്സിലായി, കാരണം നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, അല്ലേ? പലിശ നിരക്ക് ഒരു വർഷത്തെ 25 ആണെന്നറിയാം മക്കളെ. 25 രൂപയാണ് ഒരു വർഷത്തെ പലിശ. പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 500ന്റെ എത്ര ശതമാനമാണ് ആ 25 എന്ന് നോക്കുന്നതാണ് പലിശ നിരക്ക്. 25 രൂപ 500 രൂപയുടെ എത്ര ശതമാനം എന്നറിയാൻ 25/500 × 100 ആണ്. 25 രൂപ 500 രൂപയുടെ എത്ര ശതമാനമാണെന്നറിയാൻ 25/500 × 100 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കിയെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. 2 വർഷം കൊണ്ടാണ് 50 രൂപ പലിശ കിട്ടിയത്. ഒരു വർഷത്തെ പലിശ 25 ആണ്. ഈ 600 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ പലിശയാണ്. 4 വർഷത്തെ പലിശ 100 കാരണം ഒരു വർഷം 25. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 100 ആണ് 600. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ടു 500 എന്ന് കിട്ടും. പ്രിൻസിപ്പൽ എമൗണ്ട് 500 ആണെങ്കിൽ ആകെ മുടക്ക് മുതൽ 500 ആണ്. ഓക്കെ, ഈ മുതലിനാണ് ഒരു വർഷം കൊണ്ട് 25 രൂപ പലിശ കിട്ടിയത്. പലിശ നിരക്ക് കാണാൻ ഈ 25 ഈ 500ന്റെ എത്ര ശതമാനം നോക്കി, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ ഒരു മോഡൽ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 10ാമത്തെ ടൈപ്പില് എന്താണ് ചോദ്യം നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ, ഇത് മനസ്സിലാവാതെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോണം. 2000 രൂപ 5 വർഷം കൊണ്ട് 2600 രൂപയായി മാറി. ഓക്കെ, പലിശ നിരക്ക് 3% കൂടുതലായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു എന്നതാണ് ചോദ്യം. അപ്പൊ 2000 രൂപ 5 വർഷം കൊണ്ട് 2600 രൂപയായി മാറി. പലിശ നിരക്ക് 3% കൂടുതലായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു? If rupees 2000 becomes rupees 2600 in 5 years at simple interest, if the rate of interest had been 3% more, what would have been the amount? നമുക്ക് നോക്കാം ചെയ്യുന്നത്. മക്കളെ 2000 രൂപ അല്ലേ, 2000 രൂപ 2600 രൂപയായി മാറി, അല്ലേ? എത്ര വർഷം കൊണ്ട്? 5 വർഷം കൊണ്ട്. 2000 രൂപ 2600 രൂപയായി മാറി 5 വർഷം കൊണ്ട്. എത്രയോ ശതമാനം പലിശ നിരക്കിൽ, എത്ര ശതമാനമായിരുന്നു പലിശ നിരക്ക് അറിയില്ല നമുക്ക്.
അതിനേക്കാൾ ഒരു 3% കൂടുതലായിരുന്നു പലിശ നിരക്ക് എങ്കിൽ തുക എന്തായി മാറുമായിരുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 2000 രൂപ 2600 രൂപയായി മാറി 5 വർഷം കൊണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ, അത് നമുക്കറിയില്ല. ആ പലിശ നിരക്കിനേക്കാൾ 3% കൂടുതലായിരുന്നു പലിശ നിരക്ക് എങ്കിൽ 2600ന്റെ സ്ഥാനത്ത് ഏത് തുക വരുമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം വ്യക്തമല്ലേ? ഏതാ പ്രിൻസിപ്പൽ എമൗണ്ട്? 2000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ 2000 രൂപ 2600 5 വർഷം കൊണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ, അതിനേക്കാൾ ഒരു 3% കൂടുതലായിരുന്നു നമ്മുടെ പലിശ നിരക്ക് എങ്കിൽ തുക എന്തായി മാറുമായിരുന്നു? മക്കളെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചേ. പലിശ നിരക്ക് കണ്ടിട്ടൊക്കെ കണക്ക് ചെയ്യാം, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മക്കളെ, പലിശ നിരക്ക് 3% കൂടുതലാണെങ്കിൽ ഓരോ വർഷവും 3% കൂടുതൽ പലിശ കിട്ടില്ലേ? കിട്ടും. ഈ 2000ന്റെ 3% എത്രയാ? 2000ന്റെ 1% 20. അപ്പം 3% 20 × 3, അപ്പം 60 രൂപയാണ് 3% എന്ന് പറഞ്ഞാൽ. 2000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. 2000ന്റെ 1% 20, അപ്പം 3% 60 ആണോ? അപ്പം 3% വർധനവുണ്ടായാൽ ഓരോ വർഷവും 60 രൂപയുടെ വർധനവുണ്ടാകും അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് 60 × 5, 6×5 30, 300 രൂപയുടെ വർധനവുണ്ടാകും ആകെ അല്ലേ? അപ്പൊ 2600 കിട്ടേണ്ട സ്ഥാനത്ത് ഒരു 300 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടും. അതായത് 2900 കിട്ടും. സോ ആൻസർ 2900 എന്ന് വരും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 2900. ചെയ്തത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞോട്ടെ. 2000 രൂപ 5 വർഷം കൊണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ 2600 ആ പലിശ നിരക്കിനേക്കാൾ ഒരു 3% കൂടുതലായിരുന്നു പലിശ നിരക്കെങ്കിൽ തുക എന്താകുമായിരുന്നു? മക്കളെ, പലിശ നിരക്ക് 3% കൂടുതലായിരുന്നെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ 3% കൂടുതൽ പലിശ കിട്ടും. സാധാരണ കിട്ടുന്ന പലിശയേക്കാൾ ഒരു 3% കൂടുതൽ പലിശ കിട്ടും. ഏതിന്റെ 3%? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ. ഈ 2000ന്റെ 1% 60, അപ്പം 1% 20, അപ്പം 3% 60. അപ്പൊ ആദ്യത്തെ വർഷം തന്നെ 60 രൂപയുടെ വർധന ഉണ്ടാകും ആണോ? ആദ്യത്തെ വർഷം തന്നെ 60 രൂപയുടെ വർധന ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് 60 × 5 300 രൂപയുടെ വർധനവ് വരും. അപ്പൊ 2600 കിട്ടേണ്ട സ്ഥാനത്ത് ഒരു 300 കൂടെ എക്സ്ട്രാ കിട്ടും, 2900. ഞാൻ ചെയ്ത ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. 2000 രൂപ 2600 മാറി എത്രയോ ശതമാനം പലിശ നിരക്കിൽ 5 വർഷം കൊണ്ട്. പലിശ നിരക്ക് 3% കൂടുതലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പലിശ നിരക്ക് 3% കൂടുതലാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ 3% വർധനവ് പലിശ വരും. അപ്പോൾ ഈ 2000ന് 3% 60 രൂപയാണ്. ആദ്യത്തെ വർഷം തന്നെ 60 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ എല്ലാ വർഷവും 60 രൂപ കൂടുതൽ കിട്ടില്ലേ? അപ്പൊ 5 വർഷം കൊണ്ട് 60 × 5 300 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ 2600 പ്ലസ് 300 2900 ആകെ കിട്ടും. 1-2 ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ സംഗതി സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. സാധാരണ പലിശ നിരക്കിൽ 800 രൂപ 3 വർഷം കൊണ്ട് 920 രൂപയാകുന്നു. പലിശ നിരക്ക് 4% കൂടുതലായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു? ഇതാണല്ലോ ചോദ്യം. അപ്പൊ 8000 അല്ല, 800 രൂപ അല്ലെ? 800 രൂപ 3 വർഷം കൊണ്ട് ആണോ? 800 രൂപ 3 വർഷം കൊണ്ട് 920 രൂപയായി മാറുന്നു. എത്രയോ ശതമാനം പലിശ നിരക്കിൽ? അത് നമുക്കറിയില്ല. ഓക്കെ, അതിനേക്കാൾ ഒരു 4% കൂടുതലായിരുന്നു പലിശ നിരക്ക് എങ്കിൽ തുക എന്തായി മാറുമായിരുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, പലിശ നിരക്ക് 4% കൂടുതലാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ 4% വർധനവ് പലിശയിലുണ്ടാകും. 800ന്റെ 1% 8. അപ്പം 4% 8 × 4 32 രൂപയാണ് ആണോ?
അപ്പൊ ആദ്യത്തെ വർഷം തന്നെ 32 രൂപയുടെ വർധനവുണ്ടാകും. ആണോ? അങ്ങനെയാണെങ്കിൽ 3 വർഷമല്ലേ ഉള്ളത്. 3 വർഷം കൊണ്ട് 32 × 3 96 രൂപയുടെ വർധനവ് പലിശയിലുണ്ടാകും. അപ്പൊ 920 കൂടെ ഒരു 96 കൂടെ കൂട്ടുന്നതാണ് ഉത്തരം. 1016 കിട്ടും ചോദ്യത്തിന്റെ ആൻസർ. 1016 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയാം. 800 920 3 വർഷം കൊണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ. പലിശ നിരക്ക് 4% കൂടുതലായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു? മക്കളെ, പലിശ നിരക്ക് 4% കൂടുതലാണെങ്കിൽ ഓരോ വർഷവും 4% കൂടുതൽ പലിശ കിട്ടും. ശരി, 800ന്റെ 1% 8. അപ്പൊ 4% 32. ആദ്യത്തെ വർഷം തന്നെ 32 രൂപയുടെ വർധന വരും. അപ്പം 3 വർഷം കൊണ്ട് 96 രൂപയുടെ വർധനം ഉണ്ടാകും ആകെ. അപ്പം 920ന്റെ കൂടെ ഒരു 96 കൂടെ എക്സ്ട്രാ കിട്ടും. സോ 1016 ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6000 രൂപ 3 വർഷം കൊണ്ട് 7080 രൂപയായി മാറി. ഓക്കെ, പലിശ നിരക്ക് 5% കൂടുതലായിരുന്നെങ്കിൽ അല്ലെ തുക എന്താകുമായിരുന്നു എന്നാണ് ചോദ്യം. ശരിയാണോ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. 6000 രൂപയാണ് അല്ലെ, 6000 രൂപയാണ് എത്രയായിട്ട് മാറിയത്? 7080 രൂപയായി മാറിയത്. എത്ര വർഷം കൊണ്ട്? 3 വർഷം കൊണ്ട്. എത്രയോ ശതമാനം പലിശ നിരക്കിൽ? അത് നമുക്കറിയില്ല. അതിനേക്കാൾ 5% കൂടുതലായിരുന്നു പലിശ നിരക്കെങ്കിൽ തുക എന്താകുമായിരുന്നു എന്നല്ലേ? പലിശ നിരക്ക് 5% കൂടുതലാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ 5% വർധനവ് പലിശയിലുണ്ടാകും. 6000ന്റെ 1% 60 അല്ലേ? അപ്പൊ 5% 60 × 5 അല്ലേ? അതായത് 300 അല്ലേ? ആണോ? അപ്പൊ ആദ്യത്തെ വർഷം തന്നെ 300 രൂപയുടെ വർധനവ് പലിശയിലുണ്ടാകും. അങ്ങനെയെങ്കിൽ 3 വർഷം കൊണ്ട് 300 × 3 900 രൂപയുടെ വർധനവാണ് പലിശയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ 7080 രൂപയുടെ കൂടെ ഒരു 900 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പൊ 7980 നമുക്ക് ഉത്തരവായിട്ട് കിട്ടും. ആൻസർ 7980. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. 7980 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം മക്കളെ. 6000 7080 രൂപയായി മാറി 3 വർഷം കൊണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ. പലിശ നിരക്ക് 5% കൂടുതലായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു അല്ലെ? ആദ്യത്തെ വർഷം തന്നെ 5% വർധനവ് പലിശ ഉണ്ടാകും. അപ്പൊ 6000ന്റെ 1% 60, 5% 300. ഒരു വർഷം തന്നെ 300 രൂപയുടെ വർധനവ്. അങ്ങനെ 3 വർഷമുണ്ട്. അപ്പൊ 900 രൂപയുടെ വർധനവ്. അപ്പം 7080ന്റെ കൂടെ 900 കൂട്ടണം. സോ 7980 കിട്ടും. ആൻസർ 7980. ഓപ്ഷൻ ഡി കറക്റ്റ്. ശരി, മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4000 രൂപ സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 5250 രൂപയായി മാറി. പലിശ നിരക്ക് 2% കുറവായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു? ശ്രദ്ധിച്ചോ. 4000 രൂപ എത്രയായിട്ട് മാറി? 5250 രൂപയായിട്ട് മാറി. ആണോ? യെസ്. 2% എത്ര വർഷം കൊണ്ടാ? 4 വർഷം കൊണ്ട്. 2% കുറവായിരുന്നു പലിശ. എത്രയോ ശതമാനം പലിശ നിരക്ക്. ഓക്കെ, ഇനി പലിശ നിരക്ക് ഒരു 2% കുറവ് ഉണ്ടായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ 4000 5250 രൂപയായി മാറി 4 വർഷം കൊണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ. പലിശ നിരക്ക് ഒരു 2% കുറവായിരുന്നെങ്കിൽ തുക എന്താകുമായിരുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. വ്യക്തമാണല്ലോ മക്കളെ? ശരി, ഇനി ചെയ്യുന്ന ശ്രദ്ധിച്ചോ. പലിശ നിരക്ക് 2% കുറവാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ 2% പലിശ കുറഞ്ഞു പോകും. ഓക്കെ, 4000ന്റെ 1% 40. അപ്പൊ 2% 80. അപ്പൊ ആദ്യത്തെ വർഷത്തിൽ തന്നെ പലിശയിൽ 80 രൂപയുടെ കുറവ് വരും.
അങ്ങനെയെങ്കിൽ 4 വർഷം കൊണ്ട് 80 × 4 N4 32 320 രൂപയുടെ കുറവ് പലിശയിൽ ഉണ്ടാകും. 320 രൂപയുടെ കുറവ് പലിശയിൽ ഉണ്ടാകും. അപ്പം 5280 സ്ഥാനത്ത് ഒരു 320 രൂപ കുറവ് വരും. അതായത് 4960 രൂപയായിരിക്കും നമുക്ക് കിട്ടുക. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയട്ടെ, ഓരോ വർഷവും 2% പലിശ കുറഞ്ഞു പോകും. 4000-ന് 1%, 40, 2%, 80. അപ്പൊ ആദ്യത്തെ വർഷം തന്നെ 80 രൂപ പലിശയിൽ കുറവായിരിക്കും. അങ്ങനെ 4 വർഷം കൊണ്ട് N4 32 320 രൂപ പലിശയിൽ കുറവായിരിക്കും. അപ്പൊ 5280 ഒരു 320 കുറയ്ക്കുന്നതാണ് ഉത്തരം. സോ 4960 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ ചോദ്യം നന്നായിട്ട് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് ടൈപ്പ് ചോദ്യം ഇതാണ്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമാണ്, ശ്രദ്ധിച്ചോണേ. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2% പലിശ നിരക്കിൽ 25,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എത്ര? അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഓരോ വർഷവും പലിശ ചേഞ്ച് ആകുന്ന ഒരു ബാങ്കാണ്. ആദ്യ വർഷം 5% പലിശ തരും, രണ്ടാം വർഷം അവർ 3% പലിശ തരുള്ളൂ, മൂന്നാം വർഷം അവർ 2% പലിശ തരുള്ളൂ. എങ്കിൽ 25,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എത്രയാണെന്ന് കാണണം. മക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ എന്താ? ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 25,000 രൂപയുടെ, അല്ലെ, 25,000-ന്റെ 5% ആദ്യത്തെ വർഷം കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ എന്താ? അത് 25,000-ന്റെ എത്ര ശതമാനം? 3% രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. മൂന്നാമത്തെ വർഷം കിട്ടുന്ന പലിശ എത്രയാ മക്കളെ? അത് 25,000-ന്റെ എത്ര ശതമാനം? 25,000-ന്റെ 2% മൂന്നാമത്തെ വർഷം കിട്ടുന്നത്, അല്ലേ? ഓരോ വർഷവും വ്യത്യസ്ത പലിശയല്ലേ. ആദ്യത്തെ വർഷം 25,000-ന് 5%, രണ്ടാമത്തെ വർഷം 25,000-ന് 3%, മൂന്നാമത്തെ വർഷം 25,000-ന് 2%. അപ്പൊ നിങ്ങൾ നോക്കിയേ, 3 വർഷം കൊണ്ട് കിട്ടുന്നത് 25,000-ന്റെ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു 5, ഇതൊരു 3, ഇതൊരു 2. 25,000-ന്റെ 10% അല്ലേ മക്കളെ നമുക്ക് 3 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ? 25,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 2,500 അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്രയാ? 2,500. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2%, ശതമാനങ്ങളെല്ലാം കൂട്ടുക. അപ്പൊ ആകെ 10% ആണോ? ഇനി പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 25,000-ന്റെ 10% എത്രയാണ്? ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. 25,000-ന്റെ 10% 2,500. ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യണം എന്നില്ല, ഇത് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് ഇത്. ആദ്യത്തെ വർഷം 25,000-ന് 5%, രണ്ടാമത്തെ വർഷം 3%, മൂന്നാമത്തെ വർഷം 2%, എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആകെ 10% ആയില്ലേ? അപ്പൊ 25,000-ന് 10% എത്രയാണെന്ന് ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചാൽ പോരെ. റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് നോക്കിക്കേ. ആദ്യ വർഷം 12%, രണ്ടാം വർഷം 8%, മൂന്നാം വർഷം 5%. എങ്കിൽ 50,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ. ഓക്കെ, നമുക്കറിയാം ആദ്യ വർഷം കിട്ടുന്നത് 12% പലിശ, രണ്ടാം വർഷം കിട്ടുന്ന 8% പലിശ, മൂന്നാം വർഷം കിട്ടുന്ന 5% പലിശ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് 3 വർഷം കൊണ്ട് കിട്ടുന്നത് 50,000-ന്റെ, അല്ലെ, 50,000-ന്റെ 25% പലിശയല്ലേ, അല്ലെ? ആദ്യ വർഷം നോക്ക്, ആദ്യ വർഷം നമുക്ക് എന്ത് കിട്ടും? 50,000-ന്റെ എത്ര ശതമാനം? 12%. ഓക്കെ, രണ്ടാം വർഷം നമുക്ക് എത്ര കിട്ടും? 50,000-ന്റെ എത്ര ശതമാനം? 8%. ഓക്കെ, മൂന്നാം വർഷം നമുക്ക് എന്ത് കിട്ടും? 50,000-ന്റെ എത്ര ശതമാനം? 5%, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ആകെ കിട്ടുന്നത് എത്രയാ? 50,000-ന്റെ 25% അല്ലേ?
ഇതാണ് പരിപാടി. ഇത്ര എഴുതിയിട്ട് ചെയ്യണ്ട, ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. അപ്പോൾ 50,000 25% കണ്ടാൽ മതി. എങ്ങനെയാണ് 50,000 25% കാണുന്നത്? 50,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ പോരെ? ഈ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടിക്കളയും. ശരിയല്ലേ? ആൻസർ 125 2 പൂജ്യം 12,500 എന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 12,500. ചെയ്തത് പക്കയാണോ? ആണ്. ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ, പക്കയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതേ മോഡല് ഒരു ചോദ്യവും കൂടെ ചെയ്തിട്ട് പോകാം. ആദ്യ വർഷം 8%, രണ്ടാം വർഷം 7%, മൂന്നാം വർഷം 5% പലിശ നിരക്കിൽ 30,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ അല്ലേ മക്കളെ? ആദ്യ വർഷം 8% പലിശ കിട്ടും. ഓക്കെ, 8% പലിശ. രണ്ടാം വർഷം കിട്ടുന്നത് 7% പലിശയാണ്. മൂന്നാം വർഷം കിട്ടുന്നത് 5% പലിശയാണ്. ആണോ? അപ്പം ആകെ എത്രയായി? 8 7 15 5 20% പലിശ അല്ലേ? അപ്പം 3 വർഷം കൊണ്ട് എത്ര സാധാരണ പലിശ കിട്ടുന്നറിയാൻ 30,000-ൻ്റെ എത്ര ശതമാനം കണ്ടാൽ മതി? 20% കണ്ടാൽ മതി. ആണോ? 30,000-ൻ്റെ 10% 3,000 അല്ലേ? അപ്പം 20% എന്ന് പറഞ്ഞാൽ 6,000 അല്ലേ? അപ്പം നമ്മുടെ ആൻസർ 6,000 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 6,000. അടുത്തത് നമ്മുടെ 12ാമത്തെ ടൈപ്പാണ്. ഒരാൾ 250 രൂപ 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും 6% സാധാരണ പലിശയ്ക്ക് 14 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശകൾ തമ്മിലുള്ള അന്തരം, ഡിഫറൻസ് എത്ര? ഒരാൾ 250 രൂപ 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും 6% സാധാരണ പലിശയ്ക്ക് 14 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശകൾ തമ്മിലുള്ള അന്തരം, ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ മക്കളെ, ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. സാധാരണഗതിയിൽ 2 കേസിലെയും പലിശകൾ കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് എടുക്കാം. അതാണ് അതിൻ്റെ നോർമൽ മെത്തേഡ്. പക്ഷെ നമ്മുടെ സമയമൊക്കെ പോവും. ഇവിടുത്തെ സാഹചര്യം നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. നോക്ക്, ശ്രദ്ധിച്ചോ. 250 രൂപ 2 സ്ഥലത്തായിട്ട് നിക്ഷേപിക്കുക. ആണോ? 250 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ 250 രൂപ 8% പലിശയ്ക്ക് 12 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ആണല്ലോ? അതുപോലെ ഇതേ 250 രൂപ 6% പലിശയ്ക്ക് 14 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പൊ 8% പലിശയ്ക്ക് 12 വർഷത്തേക്കും 6% പലിശയ്ക്ക് 14 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ലഭിക്കുന്ന പലിശകളുടെ അന്തരം, ഡിഫറൻസ് കാണും. എങ്ങനെയാ ചെയ്യണേ? നല്ല എളുപ്പമല്ലേ? 250 രൂപ 250 രൂപ 8% പലിശയ്ക്ക് 12 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ 250-ൻ്റെ 8% പലിശയ്ക്ക് 12 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 8 × 12 96% പലിശയല്ലേ മക്കളെ? നമ്മൾ ഇത്തരം കൺസെപ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8% പലിശ വെച്ച് 12 വർഷം കിട്ടും. അപ്പൊ 8 × 12 മുതലിന്റെ 96% 12 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ. മുതൽ 250, 250-ൻ്റെ 12% അല്ലെ? 8% അല്ലേ പലിശ നിരക്ക്? അപ്പൊ ഓരോ വർഷവും മുതലിന്റെ 8% പലിശ കിട്ടില്ലേ? അപ്പൊ 12 വർഷം കൊണ്ട് 8 × 12 മുതലിന്റെ 96% അല്ലേ പലിശ കിട്ടുന്നത്? ആണ്. ഇനി ഇതേ ലോജിക്ക് അപ്പുറം യൂസ് ചെയ്യാം. 250 രൂപ 6% പലിശയ്ക്ക് 14 വർഷത്തേക്കല്ലേ നിക്ഷേപിച്ചേ? 6% പലിശ വെച്ച് 14 വർഷം കിട്ടുവാണെങ്കിൽ നമുക്ക് 250-ൻ്റെ എത്ര ശതമാനം കിട്ടും? 60, 6 4 24, 84% പലിശ കിട്ടും അല്ലേ? 6% പലിശ വെച്ച് 14 വർഷം കിട്ടും. 6 × 14, അപ്പം മുതലിന്റെ 250-ൻ്റെ 84% പലിശ അവിടെ കിട്ടുന്നത്. അപ്പൊ ഈ 2 പലിശകളുടെ അന്തരവാ. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം അല്ലേ? 250-ൻ്റെ 96% പലിശ ആദ്യത്തെ കേസ് കിട്ടും. 250-ൻ്റെ 84% പലിശ രണ്ടാമത്തെ കേസ് കിട്ടും. ഇതിന്റെ ഡിഫറൻസ് കാണാനല്ലേ ചോദ്യം?
ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 250ന്റെ എത്രയാ 96%, 84%. അതിന് ഡിഫറൻസ് 250ന്റെ 12 അല്ലേ മക്കളെ? 250ന്റെ 12% അല്ലേ? അപ്പൊ 250ന്റെ 12% കണ്ട ഉത്തരം കിട്ടും. 250ന്റെ 1% എത്രയാ? 2.5 ആണോ? അപ്പൊ 12% 2.5 × 12 അല്ലേ? എത്ര കിട്ടും ആൻസർ? 30 എന്നല്ലേ കിട്ടുന്നേ? സോ ആൻസർ 30 കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചെയ്ത ലോജിക്ക് മനസ്സിലായോ? ആൻസർ 30 അല്ലേ? സിമ്പിൾ ലോജിക്കാന്നേ, ഒരു പാടുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ? 250 രൂപ 2 സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. ഒരു സ്ഥലത്ത് 8% പലിശയ്ക്ക് 12 വർഷത്തേന്. 8% പലിശയ്ക്ക് 12 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 8 × 12 250ന്റെ 96% അവിടെ ആകെ കിട്ടുന്ന പലിശ. ഇനി ഈ 250 രൂപ 6% പലിശയ്ക്ക് 14 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അപ്പോൾ 6 × 14 250ന്റെ 84% അവിടെ കിട്ടുന്ന ആകെ പലിശ അല്ലേ? 250ന്റെ 96% ഇവിടെ കിട്ടുന്ന ആകെ പലിശ, 250ന്റെ 84% ഇവിടെ കിട്ടുന്ന ആകെ പലിശ. ഈ പലിശകളുടെ വ്യത്യാസം ചോദിച്ചാൽ 96%വും 84%വും നമ്മൾ വ്യത്യാസം 12%. 250ന്റെ 12% കണ്ടാൽ മതി. 1% 2.5. 12% എന്ന് പറഞ്ഞാൽ 2.5 × 12 30 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇതാണ് ഈ കണക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതി. അടുത്ത ചോദ്യം, ഒരാൾ 400 രൂപ 13% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും അതേ തുക 11% സാധാരണ പലിശയ്ക്ക് 13 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കാണാം മക്കളെ. പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കാണാനേ നമുക്ക് ചെയ്യാം അല്ലേ? എങ്ങനെ ചെയ്യും? എത്രയാണ് ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് പറഞ്ഞേക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് 400 ആണ്. ഈ 400 2 സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ആണോ? ഇത് ഒരു സ്ഥലത്ത് 13% പലിശ നിരക്കുണ്ട് അവിടെ ആണ്. അവിടെ 12 വർഷത്തേനാണ് നിക്ഷേപിച്ചത്. ഓക്കെ. ഇനി മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. അവിടെ 11% പലിശ നിരക്ക്. അത് 13 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് അല്ലേ? അപ്പോൾ ലഭിക്കുന്ന പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. ഓക്കെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 13% പലിശയ്ക്ക് 12 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ഓരോ വർഷവും 13% പലിശ കിട്ടും. 13 × 12 156% പലിശ കിട്ടും ഈ 12 വർഷം കൊണ്ട്. ഏതിൻ്റെ? 400ന്റെ 156% നമുക്ക് 12 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ അല്ലേ? അതായത് 13% പലിശ വെച്ച് നമുക്ക് 12 വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും 13% പലിശ കിട്ടും മുതലിൻ്റെ. അങ്ങനെ 12 വർഷം കൊണ്ട് മുതലിൻ്റെ 156% പലിശയാകും. ഓക്കെ. ഇനി അതുപോലെ അടുത്തത് 11% പലിശ വെച്ച് 13 വർഷം കിട്ടുന്നുണ്ട്. ശരിയാണോ? അപ്പം നമുക്ക് കിട്ടുന്നത് 400ന്റെ അല്ലേ 11% പലിശ വെച്ച് 13 വർഷമാണ്. അപ്പോൾ ഓരോ വർഷവും 11%, അങ്ങനെ 13 വർഷം കിട്ടുമ്പം 143% പലിശ കിട്ടും. 400ന്റെ 143%. അപ്പം ആദ്യത്തെ കേസിൽ 400ന്റെ 156% കിട്ടുന്ന പലിശ. രണ്ടാമത്തെ കേസിൽ 400ന്റെ 143% കിട്ടുന്ന പലിശ. ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ നമുക്കറിയാം 156 143. അപ്പം 400ന്റെ 13% കിട്ടുന്ന പലിശകളുടെ വ്യത്യാസം. ഒരു സ്ഥലത്ത് കിട്ടുന്നത് 400ന്റെ 156%. അടുത്ത സ്ഥലത്ത് കിട്ടുന്ന പലിശ 400ന്റെ 143%. ഈ 156 143 തമ്മിൽ 13% വ്യത്യാസം. അപ്പോൾ ഇവ തമ്മിൽ വ്യത്യാസം 400ന്റെ 13% തുല്യമാണ്. 400ന്റെ 1% 4. അപ്പോൾ 13% കാണാൻ 4 × 13 ചെയ്താൽ മതി ആണോ? 4 × 13 നമുക്ക് 52 എന്നാ കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 52 കിട്ടും. ഓപ്ഷൻ സി കറക്റ്റ് ഉത്തരം. ഒരു നിശ്ചിത തുകയ്ക്ക് 6% നിരക്കിൽ 10 വർഷത്തേക്കുള്ള പലിശയും 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശയും തമ്മിലുള്ള വ്യത്യാസം 100 രൂപയായാൽ തുക എത്ര? ഒരു നിശ്ചിത തുകയ്ക്ക് 6% നിരക്കിൽ
10 വർഷത്തേക്കുള്ള പലിശയും 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശയും തമ്മിലുള്ള വ്യത്യാസം 100 രൂപ ആയാൽ തുക എത്ര? ഒന്നുമില്ലെന്നേ, ഒരു നിശ്ചിത തുകയ്ക്ക് അല്ലേ, നിശ്ചിത തുകയ്ക്ക് 6% നിരക്കിൽ 10 വർഷത്തേക്കുള്ള പലിശയും അതേ തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര? 100 രൂപ. എങ്കിൽ ആ തുക എത്ര എന്നാണ് ചോദ്യം അല്ലേ മക്കളെ. 6% നിരക്കിൽ 10 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നമുക്ക് പിയുടെ അല്ലേ, പി ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എങ്കിൽ 60% പലിശ കിട്ടും. 6% പലിശ വെച്ച് 10 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ തുകയുടെ 60% പലിശ കിട്ടും. ഇനി 5% പലിശ വെച്ച് 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ, പിയുടെ 10% പലിശ കിട്ടും. ആണോ? അപ്പം 6% പലിശ വെച്ച് 10 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 60% പലിശ കിട്ടും പിയുടെ. 5% പലിശ വെച്ച് 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പിയുടെ 10% പലിശ കിട്ടും. ഇവ തമ്മിലുള്ള വ്യത്യാസം പിയുടെ 50%. പിയുടെ 50%. പിയുടെ 60%വും പിയുടെ 10%വും തമ്മിൽ വ്യത്യാസം പിയുടെ 50%. ഈ പിയുടെ 50% എന്ന് പറയുന്നതാണ് 100 രൂപ അല്ലേ. അതായത് തുകയുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 50%മാണ് 100. 50% എന്നത് 100 രൂപയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ 100% എത്ര എന്നല്ലേ നോക്കണ്ടേ അല്ലേ. എത്രയാ മക്കളെ? 50% 100 ആണ്. 100% എത്രയാ? 200. അപ്പോൾ തുക എത്രയാ? 200. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. തുക 200 എന്നാണ് കിട്ടുന്നത്. ഇതിങ്ങനെ എഴുതൊന്നും വേണ്ട കേട്ടോ. അതായത് 60% ആദ്യത്തെ കേസ് കിട്ടും, 10% രണ്ടാമത്തെ കേസ് കിട്ടും. വ്യത്യാസം 50%. 50% 100 രൂപയ്ക്ക് തുല്യം. 50% 100 ആണെങ്കിൽ 100% 200. തുക 200. വെറുതെ മനക്കണക്കായിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. ഞാനിങ്ങനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ മക്കളെ. അതായത് ഇവിടെ ഒരു നിശ്ചിത തുകയുടെ അല്ലേ 6% നിരക്കിൽ 10 വർഷത്തേക്കുള്ള പലിശയും 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശയും നമ്മൾ വ്യത്യാസമാണ് 100. ശരി. അപ്പോൾ 6% നിരക്കിൽ 10 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ആ തുകയുടെ 60% പലിശ കിട്ടും. 5% പലിശയ്ക്ക് 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ആ തുകയുടെ 5% പലിശയ്ക്ക് 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ആ തുകയുടെ 10% പലിശ കിട്ടും. അപ്പോൾ 60% പലിശയും 10% പലിശയും തമ്മിൽ 50% വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് 100 രൂപ. ക്ലിയർ ആണോ? അപ്പം തുകയുടെ 50% ആണ് 100 രൂപ. അപ്പോൾ തുക കാണാൻ 200 രൂപ. പകുതി 50% 100 രൂപയാണെങ്കിൽ തുക എന്ന് പറഞ്ഞാൽ 200 അല്ലേ. ആൻസർ 200 കിട്ടും. ഈ ഒരു മോഡലും കൂടെ ഒന്ന് മനസ്സിലാക്കണേ. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. 6% പലിശ വെച്ച് 10 വർഷം കിട്ടിയാൽ 60% പലിശ കിട്ടും. 5% പലിശ വെച്ച് 2 വർഷം കിട്ടിയാൽ 10% പലിശ കിട്ടും. 60%വും 10% തമ്മിൽ 50% വ്യത്യാസം. ഈ വ്യത്യാസമാണ് 100 തന്നേക്കുന്നത്. അപ്പോൾ തുകയുടെ 50% 100. അപ്പോൾ തുക കാണാൻ 100% കാണണം. 50% 100 ആണെങ്കിൽ 100% കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ അറിയാലോ 50% 100 ആണെങ്കിൽ 100% 200 അല്ലേ. സോ ഇത് എളുപ്പമാണ്. അല്ലെങ്കിൽ ക്രോസ് ബുദ്ധിമുട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 8 വർഷത്തേക്കുള്ള പലിശയും 3% നിരക്കിൽ 6 വർഷത്തേക്കുള്ള പലിശയും തമ്മിലുള്ള വ്യത്യാസം 1100 ആയാൽ തുക എത്ര? നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത അതേ പാറ്റേൺ ഒരു ചോദ്യം കൂടിയാണ്. ശ്രദ്ധിച്ചോ. ഒരു നിശ്ചിത തുകയ്ക്ക്, തുക അറിയില്ല അല്ലെ, നിശ്ചിത തുകയ്ക്ക് അല്ലെ, അവർ പറയുവാണ് 5% നിരക്കിൽ 8 വർഷത്തേക്കുള്ള പലിശയും അല്ലെ. ഇനി അതുപോലെ 3% നിരക്കിൽ 6 വർഷത്തേക്കുള്ള പലിശയും തമ്മിലുള്ള വ്യത്യാസം 1100 ആണെങ്കിൽ തുക എത്ര എന്നതാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? 5% നിരക്കിൽ 8 വർഷത്തേക്കുള്ള പലിശ എന്ന് പറഞ്ഞാൽ 8×5 40. അപ്പോൾ പിയുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 40% നമുക്ക് 8 വർഷം കൊണ്ട് കിട്ടുന്നത്. 5% പലിശ വെച്ച് 8 വർഷം കിട്ടുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 40% പലിശ കിട്ടും. ഇനി 3% പലിശ വെച്ച് 6 വർഷം കിട്ടിയാൽ
പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ അല്ലെ പിയുടെ എത്ര ശതമാനം പലിശ കിട്ടും? 18% പലിശയാണ് നമുക്ക് കിട്ടുന്നത്. ആണോ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിയുടെ 40% പിയുടെ 18% തമ്മിലുള്ള വ്യത്യാസം പിയുടെ എത്ര ശതമാനമാണ് മക്കളെ? 22%. ആണോ? അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 22% എന്ന് പറയുന്നതാണ് 1100 രൂപ. പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ 100% എത്ര എന്ന് നോക്കണം അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഇങ്ങനെ ക്രോസ് ചെയ്താൽ 100 × 1100 ഡിവൈഡഡ് ബൈ 22 എന്ന് വരും. 22 × 5 ആണ് 110, 50 എന്ന് വരും. ആൻസർ 5000 എന്ന് കിട്ടും. 5000 അല്ലെ? ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ലാസ്റ്റ് ടൈപ്പിലേക്ക് എത്തിയിരിക്കുന്നു. 13ാമത്തെ ടൈപ്പ് ചോദ്യം. ഓക്കെ, എന്താണ് ചോദ്യം? ലാസ്റ്റ് ടൈപ്പാണ്, ശ്രദ്ധിച്ചിരുന്നോണം. ഇതും കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് തീരും, ആ പരിപാടി അങ്ങ് തീരും. നോക്കാം. ഒരു നിശ്ചിത തുക 5% സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 6000 രൂപയായി മാറിയാൽ തുക എത്ര? പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? ഒരു നിശ്ചിത തുക 5% സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 6000 രൂപയായി മാറിയാൽ തുക എത്ര? അല്ലേ മക്കളെ? ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 5% പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് എത്രയായി മാറി? 4 വർഷം കൊണ്ട് ഇത് 6000 രൂപയായി മാറി എന്നാ പറഞ്ഞേക്കുന്നത്. ആണോ? 4 വർഷം കൊണ്ട് ഇത് 6000 രൂപയായി മാറി എങ്കിൽ തുക എത്ര? വേറെ ഒന്നുമില്ല, പലിശ നിരക്കുണ്ട് 5%. 5% പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് ഒരു എമൗണ്ട് 6000 ആയി മാറി എങ്കിൽ ആ എമൗണ്ട് തുക എത്ര എന്നാണ് ചോദ്യം. ഒരു കാര്യം മനസ്സിലായി, ഈ 6000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടുന്നതാണ് അല്ലേ? 4 വർഷം കൊണ്ട് മുതലും പലിശയും കൂട്ടിയാണ് 6000 ആയി മാറുന്നത്. ആണോ? ഓക്കെ. പലിശ നിരക്ക് 5% ആണെന്ന് അറിയാം, കാലയളവ് 4 വർഷമാണെന്ന് അറിയാം. ഒരു തുക 4 വർഷം കൊണ്ടാണ് 6000 ആയിട്ട് മാറിയത്. അപ്പൊ 6000 എന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ 4 വർഷത്തെ പലിശ കൂട്ടുന്ന തുകയാണ്. ശരി, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ, 5% പലിശ വെച്ച് 4 വർഷം തന്നാൽ നമുക്ക് മുതലിന്റെ 20% പലിശ കിട്ടും. ആണോ? 5% പലിശ വീതം 4 വർഷം തന്നാൽ മുതലിന്റെ 20% പലിശ വരും അല്ലേ? അപ്പം മുതലിന്റെ 20% പലിശയും കൂടെ കൂട്ടുന്ന എമൗണ്ട് ആണ് ഏത്? 6000. അതായത് മുതലിന്റെ 120% 6000 രൂപ. ഇതാണ് അവിടുത്തെ ലോജിക്ക്. അതായത് 6000 രൂപ എന്ന് പറഞ്ഞാൽ മുതൽ പ്ലസ് 4 വർഷത്തെ പലിശയല്ലേ? 4 വർഷം കൊണ്ട് മുതലിന്റെ 20% പലിശ കിട്ടില്ലേ? ഒരു വർഷത്തെ പലിശ 5% അല്ലേ? അപ്പൊ 4 വർഷം കൊണ്ട് മുതലിന്റെ 20% പലിശ കിട്ടും. മുതല് പ്ലസ് മുതലിന്റെ 20% പലിശ എന്ന് പറഞ്ഞാൽ മുതലിന്റെ 120%. അപ്പൊ മുതലിന്റെ 120% എന്ന് പറയുന്നതാണ് 6000. മുതൽ എത്രാന്ന് കാണാൻ 100% എത്രാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 120% 6000 ആണെങ്കിൽ 100% എത്രാന്ന് കണ്ടുപിടിക്കുന്നതാണ് ഉത്തരം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത ഉത്തരം കിട്ടും. 100 × 6000 ഡിവൈഡഡ് ബൈ 120 അല്ലേ? വെട്ടിച്ചെറുതാക്കാം. 120ഉം 600ഉം വെട്ടിക്കളയാം. 5 തവണ 50 മുതൽ 5000 എന്നാണ് കിട്ടുന്നത്. 5000. സോ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 5000 എന്ന് വരും. ഒന്നുകൂടെ പറയട്ടെ, സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ? ഈ 6000 എന്ന് പറഞ്ഞാൽ മുതൽ പ്ലസ് 4 വർഷത്തെ പലിശയല്ലേ? 5% അല്ലേ പലിശ നിരക്ക്? 4 വർഷം കൊണ്ട് 5 × 4 മുതലിന്റെ 20% പലിശ കിട്ടില്ലേ? അപ്പം മുതൽ പ്ലസ് മുതലിന്റെ 20% പലിശ എന്ന് പറഞ്ഞാൽ മുതലിന്റെ 120%. അപ്പൊ മുതലിന്റെ 120% 6000. മുതൽ കാണാൻ 100% എത്ര നോക്കിയാൽ മതി. സിമ്പിൾ ലോജിക്ക്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. 1-2 ചോദ്യം ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഓക്കെ. ഒരു തുക 4% സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 560 രൂപയായാൽ തുക എത്ര? ഒരു തുക 4% സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 560 രൂപയായി മാറിയാൽ തുക എത്ര?
ശരി മക്കളെ ശ്രദ്ധിച്ചോ. നമുക്കറിയാം 4% സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് ഇത് 560 രൂപയായി മാറി എങ്കിൽ തുക എത്ര എന്ന് കണ്ടുപിടിക്കണം. തുക എത്ര? എനിക്കറിയാം ഈ 3 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി എന്നാ പറഞ്ഞേക്കുന്നത്. 3 വർഷം കൊണ്ട് 560 രൂപയായി മാറി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ 560 രൂപ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 വർഷത്തെ പലിശ കൂട്ടുന്നതാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ കൂട്ടുന്നതാണ് 560. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 3 വർഷത്തെ പലിശയാണ് 560. ആണോ? എനിക്കറിയാം 4% പലിശ വെച്ച് 3 വർഷം തന്നാൽ മുതലിന്റെ 12% പലിശ കിട്ടും. 4% പലിശ വെച്ച് 3 വർഷം തന്നാൽ മുതലിന്റെ 12% പലിശ കിട്ടും. അപ്പം മുതല് പ്ലസ് 12% പലിശ, അതായത് മുതലിന്റെ 112% എന്ന് പറയുന്നതാണ് 560. മുതൽ കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 560 ഡിവൈഡഡ് ബൈ 112. 112ഉം 560ഉം വെട്ടിക്കളയാം. 6 തവണ അല്ലേ? സോറി 5 തവണ. ഓക്കെ, 5 തവണ എന്ന് വരും. 5 × 100 500 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് 500 എന്ന് വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്നൂടെ പറയട്ടെ. അതായത് 4% പലിശ വെച്ച് 3 വർഷം തന്നാൽ 4 × 3 മുതലിന്റെ 12% പലിശ കിട്ടും. അപ്പം മുതലിന്റെ 12% പലിശയും ചേർന്ന എമൗണ്ട് ആണ് 560. അതായത് മുതലിന്റെ 112%ആണ് 560. മുതൽ കാണാൻ 100% എത്ര നോക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തു. ആൻസർ 500 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഇതോടുകൂടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്റർ നമ്മൾ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. 13 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത്. പരീക്ഷയ്ക്ക് വന്ന എല്ലാ ടൈപ്പുകളും ഉൾപ്പെടുത്തി വൃത്തിയായിട്ട് ഷോർട്ട് മെത്തേഡിൽ ലോജിക്ക് വൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് റിവിഷൻ ചെയ്ത് സ്ട്രോങ് ആക്കുക. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത്, ഇതിന്റെ ബാക്കിയായിട്ട് പഠിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്ലാസ്സുകളുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.